പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. പ്രവീൺ, ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണോ നിൽക്കുന്നത്? ഈ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് നമുക്കറിയണം. പ്രത്യേക പൂജകളൊക്കെ തുടങ്ങിയോ? ഹലോ പ്രവീൺ. മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഭക്തരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നീണ്ട ക്യൂ ഇപ്പോൾ അനുഭവപ്പെടുന്നു. മകരവിളക്ക് ദർശനത്തിന് സന്നിധാനം പൂർണ്ണമായും ഇന്നലെ അതിന്റെ അവസാന വട്ട പരിശോധനകളൊക്കെ നടന്നിരുന്നു. പോലീസിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സ്, ദേവസ്വം ബോർഡ്, അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും ഉന്നത ആളുകൾ തന്നെ നേരിട്ട് ഇവിടെ എത്തി വിലയിരുത്തി സുരക്ഷ ഒപ്പം തന്നെ മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും സന്നിധാനം മകര ജ്യോതി ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ലാഹ പത്രത്തിൽ നിന്നാണ് ഈ ഒരു ഘോഷയാത്ര ആരംഭിച്ചത്. ഇപ്പോൾ നമുക്ക് സന്നിധാനത്തിന്റെ ആ പൂർണ്ണമായിട്ടുള്ള ദൃശ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഇപ്പോൾ കാണാം, പർണശാലകളൊക്കെ കെട്ടി ഭക്തർ ഈ മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ ഭക്തർ ഇവിടെ തങ്ങുന്നുണ്ട്. ഈ പരിസരത്തെല്ലാം പർണശാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് 18ാം പടിക്ക് താഴെയുള്ള ദൃശ്യമാണ്. ഇവിടെ കാണാം, ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനായി കാത്ത് നിൽക്കുന്നു. ഇന്ന് സുരക്ഷയ്ക്കായി ഇവിടെ സന്നിധാനത്ത് 5000 പോലീസിനെ തന്നെ ഇപ്പോൾ തന്നെ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര കൊടുമരച്ചുവട്ടിൽ എത്തുക. അവിടെ ദേവസ്വം മന്ത്രി VN വാസവൻ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങും. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. തുടർന്ന് ഭക്തർക്ക് മകരവിളക്ക് ഒപ്പം തന്നെ മകരജ്യോതി ദർശനം സാധ്യമാകും. ഇവിടെ മകരവിളക്ക് ദർശനത്തിന് ശേഷം ഭക്തരെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് കൊടുമര ചുവടാണ്. അവിടെ 18ാം പടി കയറി വരുന്ന ഭക്തരെ പോലീസ് കൃത്യമായി തന്നെ കടത്തിവിടുന്നുണ്ട്. എല്ലാവർക്കും സുഖ ദർശനം എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇന്ന് മകരജ്യോതി ദർശനത്തിനായി 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും പേരെ ഉൾക്കൊള്ളുകയും ഒപ്പം തന്നെ തിക്കും തിരക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സുഗമമായിട്ടുള്ള ദർശനം ഒരുക്കുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും ഇപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ശരി പ്രവീൺ, സന്നിധാനത്ത് നിന്നാണ് പ്രവീൺ ചേരുന്നത്. വെങ്കി, ഈ വൈകിട്ട് 6:30 കൂടി തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര സോപാനത്തെത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. 2 ദിവസത്തോളമായിട്ട് ഭക്തർ ഈ സന്നിധാനത്ത് എത്തി അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് മകരവിളക്ക് ഇപ്രാവശ്യത്തെ മണ്ഡലകാലം പരാതിരഹിതമായൊരു മണ്ഡലകാലമായിരുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി സന്തോഷം പകരുന്ന ഒരു കാര്യം. അപ്പോൾ 5000-ഓളം പോലീസുകാരെയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഭക്തരുടെ സുരക്ഷയ്ക്കായിട്ട്.